അടഞ്ഞുപോയ ഓട വൃത്തിയാക്കാൻ സിപ്പ് ടൈ എടുത്ത് രണ്ട് വശങ്ങളിലും കത്രിക ഉപയോഗിച്ച് നിറയെ കുളുത്തുകൾ ഉണ്ടാക്കുക. ഇത് ഓടയിലേക്ക് താഴ്ത്തുക. ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മുടി എളുപ്പത്തിൽ വലിച്ചെടുക്കാം. സിപ്പ് ടൈ കൊണ്ട് ചെറിയ വളയമുണ്ടാക്കുക. കുറച്ച് സോപ്പിൽ അയനി അതിൽ മുക്കുക. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ബബിൾ മേക്കർ ഉണ്ടാകും. കഴുകുന്ന ലിക്വിഡ് കൂടുതൽ എടുക്കുന്നത് തടയാൻ 1-2 സിപ്പ് ടൈ അതിൽ കെട്ടുക. അപ്പോൾ ആവശ്യമുള്ള അളവിൽ മാത്രം ലിക്വിഡ് എടുക്കാൻ സാധിക്കും. ഇനി പാഴായി പോകുന്നതിനെക്കുറിച്ച് പേടിക്കണ്ട. പെയിന്റിംഗ് ബ്രഷിനായി സിപ്പ് ടൈ ഒരു പ്രത്യേക ആംഗിളിൽ ബ്രഷിൽ കെട്ടിയ ശേഷം മുറിച്ചു മാറ്റുക. ഓരോ തവണ പെയിന്റ് ചെയ്ത ശേഷം ഇത് തറയിൽ വെച്ചാൽ തറയിൽ പെയിന്റ് ആകുന്നത് ഒഴിവാക്കാം. കൂർത്തൊരു മരക്കഷ്ണം ഉപയോഗിച്ച് സിപ്പ് ടൈ മുൻകൂട്ടിയിട്ട ദ്വാരത്തിലേക്ക് കയറ്റുക. എന്നിട്ട് മരക്കഷ്ണം ചുമരിലൂടെ മുറിച്ചു കളയുക. ഇങ്ങനെ ചെയ്താൽ പൈപ്പ് ചുമരിൽ ഉറപ്പിക്കാം. സിപ്പ് ടൈ ഗ്രൈൻഡറിൽ കെട്ടുക. എന്നിട്ട് കട്ടിംഗ് വീലിന്റെ അരികിലൂടെ വൃത്തിയുള്ള നീളത്തിൽ മുറിച്ചെടുക്കുക. അപ്പോൾ ഒരു ലളിതമായ പുല്ലുവെട്ടുന്ന ഉപകരണം റെഡി. വയറുകൾ ക്രമീകരിക്കാൻ സിപ്പ് ടൈ 4 ചെറിയ ട്യൂബുകൾ ഓരോന്നായി ഇടുക. എന്നിട്ട് ട്യൂബുകളുടെ ഇടയിലുള്ള ഭാഗങ്ങളിൽ വയറുകൾ ഉറപ്പിക്കുക. ടൈ മടക്കി ട്യൂബുകളിലൂടെ കടത്തി മുഴുക്കുക. അപ്പോൾ വയറുകളെല്ലാം വൃത്തിയായി ക്രമീകരിക്കാം. ഈ പേജ് ഫോളോ ചെയ്താൽ ദിവസവും പുതിയ അറിവുകൾ നേടാൻ സാധിക്കും.